പാലക്കാട് മുതലമടയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളെ ഭക്ഷണം നൽകാതെ മുറിയിൽ പൂട്ടിയിട്ട സംഭവത്തിൽ റിസോർട്ട് ഉടമ അറസ്റ്റിൽ. മുതലമട സ്വദേശി രംഗനായികയാണ് പിടിയിലായത്. റിസോർട്ട് നടത്തിപ്പുകാരനായ ഇവരുടെ മകൻ ഒളിവിലാണ്. അതിനിടെ വിവരങ്ങൾ നാട്ടുകാരെ അറിയിച്ചയാളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, റിസോർട്ട് നടത്തിപ്പുകാരനായ പ്രഭു എന്നയാളാണ് ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ളത്. അയാൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. അയാളെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നേരത്തെ ഈ വിവരം അറിയിച്ച ആളെ കാണാനില്ല എന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിരുന്നു. അയാളെ കണ്ടെത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്താണത് സംബന്ധിച്ച് കൂടുതലായി പോലീസ് വിശദീകരിക്കുന്നത്? ശ്രീ ടി കെ, ഈ വിവരം അറിയിച്ച ആളും ആ റിസോർട്ടിലെ ജീവനക്കാരൻ തന്നെയായിരുന്നു. തിരുനാവാക്കരശ് തമിഴ്നാട് സ്വദേശിയാണ്. അതായത് ആ മേഖലയിലുള്ള ആളുകളൊക്കെ ഏതാണ്ട് തമിഴ്നാടും കേരളവും ഒക്കെയായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടു സ്വദേശിയാണ്. പക്ഷേ 20 വർഷമായി കേരളത്തിലുണ്ട്. അതായത് മുതലമടയിൽ ഉണ്ട്. മലയാളമൊക്കെ നല്ലോണം സംസാരിക്കുന്ന ആൾ തന്നെയാണ്. തിരുനാവാക്കരശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാളാണ് ഇത് പെട്ടെന്ന് തന്നെ നാട്ടുകാരെ അറിയിച്ചത്. ഇയാളെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട്, ഭയങ്കര ബഹളമാണ് ആ റിസോർട്ടിൽ നടക്കുന്നതെന്ന് നാട്ടുകാരെ വിവരം അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരും പഞ്ചായത്തിലെ അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ എത്തുന്നു. പിന്നീട് വാതിലൊക്കെ പൊളിച്ച് പൂട്ടൊക്കെ പൊളിച്ച് അകത്തേക്ക് കയറി ഇദ്ദേഹത്തെ, ഈ വെള്ളയപ്പനെ മോചിപ്പിക്കുന്നതൊക്കെ അദ്ദേഹത്തെ ഇന്നലെ മുതൽ കാണാനുണ്ടായിരുന്നില്ല. ഈ സംഭവം നടന്നതിന് ശേഷം അദ്ദേഹത്തെ കാണാനുണ്ടായിരുന്നില്ല. അത് വലിയൊരു ദുരൂഹത ആണ് എന്നായിരുന്നു നാട്ടുകാരുടെയൊക്കെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ദുരൂഹതയൊക്കെ മാറിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇയാളെ കൊണ്ടാണ് പ്രഭു ഒളിവിൽ പോയത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ അയാളെ കണ്ടെത്തിയിരിക്കുന്നത് ഈ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് തന്നെയാണ്. അതായത് ഇതിന് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പേടിച്ചിട്ട് ഈ മേഖലയിലേക്ക് വന്നിരുന്നില്ല എന്നാണ് പറയുന്നത്. പോലീസ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പങ്ങളൊന്നുമില്ല, അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറാണ് എന്നാണ് പറഞ്ഞത്.